ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ദുബായ് ഹിൽസ് മോൾ. അപ്പോൾ ദുബായിൽ വന്നതിന് ശേഷം ഈ ഒരു മോളിൽ ഞാൻ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ കാണാമെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് സത്യത്തിൽ. ഇവിടെ ആക്ച്വലി മെട്രോ കണക്ഷനൊന്നും ഇല്ല കേട്ടോ. അപ്പം മാക്സിമം കാറൊക്കെ ഉള്ളവരാണ് വരാറ്. പിന്നെ അത്രയ്ക്കും എന്താ പറയുക, ക്രൗഡഡും അല്ല. ഉം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മോൾസിൽ ഈ ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റിക് ഡോറ് തന്നെ കാണുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫുള്ളി ഒരു ലക്ഷറി ഫീലാണ് കേട്ടോ. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ബോൾമാൻ്റെ ഷോപ്പാണ് വരുന്നത് കേട്ടോ. ഇവിടെ കയറുമ്പോൾ തന്നെ ഈ യെല്ലോ ജയൻ്റ് ആയിട്ടുള്ള ഈ യെല്ലോ ബണ്ണി വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ക്യൂട്ടാണ്, കാരണം അത് മെയിൻ സ്പോട്ടുമാണ് ഇവിടെ. ഫോട്ടോസൊക്കെ എടുക്കാനുള്ള മെയിൻ സ്പോട്ട് അതാണ് കേട്ടോ. എന്ന് വെച്ചാൽ വൺ ഓഫ് ദ മെയിൻ സ്പോട്ട്. വേറെ സ്പോട്ടുകളും ഉണ്ട്, പിന്നെ ഇവിടെ ഒരുപാട് സ്പോട്ടുകളൊന്നുമില്ല. ഞാനും ഇക്കായും സാറ അഡിക്ട്സാണ്. ഓക്കെ, അപ്പം നമ്മൾ മോൾ ഓഫ് എമിറേറ്റ്സിൽ പോയിട്ടുണ്ട്. അവിടെ ആക്ച്വലി കളക്ഷൻസ് പെട്ടെന്ന് തീരും. അപ്പോൾ ഇവിടെ ജസ്റ്റ് കയറി നോക്കാമെന്ന് വിചാരിച്ചു. സെർച്ച് ചെയ്ത് നോക്കി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയത്തില്ല എവിടെയാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. ഇവിടെ ഫുൾ ലക്ഷറി ബ്രാൻഡ്സാണ്. ആകെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഷോപ്സുകളാണ്. ഓ നോ, ചെരുപ്പ് കിട്ടി. ഒരുപാട് തപ്പിയിട്ട് കിട്ടിയത് ഈ ഒരു ടോപ്പാണ്. ഞാൻ ഈ ഒരു ടോപ്പും പിന്നെ ഒരു ജീൻസും എടുത്തു. അത് ബില്ല് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ഞാൻ വെറുതെ ഇവിടെ ടൈം പാസ് ചെയ്യുക. ഇതാണ് അടുത്തൊരു സ്പോട്ട്. അതും നല്ല രസമാണ് കേട്ടോ കാണാൻ. അടുത്തതായിട്ട് നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോകാം. പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ചാടി. പാപ്പ ജോൺസിൽ നിന്നൊരു പിസ്സ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ടില്ല, ഓഫർ കണ്ടപ്പോൾ ചാടി വീണതാണ്. ബട്ട് ആ ഓഫർ ഇന്നില്ലായിരുന്നു, കഴിഞ്ഞായിരുന്നു. നമ്മൾ ലേറ്റായിപ്പോയി. അപ്പം എന്തായാലും ചെന്നല്ലേ എന്നും പറഞ്ഞിട്ട് ഒരു പിസ്സ ഓർഡർ ചെയ്തു. പിന്നെ പാനിപൂരി, പിന്നെ ഒരു മട്കി ചായ അത് ഓർഡർ ചെയ്തു. അതേ ചായ മടക്കി തരണം, അത്രയാണ്. ഇങ്ങോട്ട് തൊട്ടിക്കും.
പോയി കഴിക്കില്ലേ? വലിയ കാര്യത്തിനെടുത്ത് കഴിച്ചു. പാനിപ്പൂരി വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പറഞ്ഞിരിക്കുക. ബട്ട് പിസ്സ വെറുതെ ആയില്ല കേട്ടോ. പിസ്സ ഈസ് റിയലി ടേസ്റ്റി. കഴിഞ്ഞില്ല. അപ്പോഴാണ് ജിയാൻ്റെ കണ്ടത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അടുത്ത് ഈ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി അത്യാവശ്യം സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ വാങ്ങാമെന്ന് കരുതി. അതും വാങ്ങിച്ച് നമ്മൾ വീണ്ടും ആ യെല്ലോ ജയൻറ്റ് ബണ്ണിയുടെ അടുത്തേക്ക് പോയി. അവിടെ പോയി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു മോളാണ്. അല്ലാതെ എപ്പോഴും വരാനായിട്ടല്ല, വൺ ടൈം കണ്ടിരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു മോളായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇത്രയും നേരം ആ മോളിൽ നിൽക്കുമായിരുന്നെന്ന്. അപ്പം അത്ര തന്നെ. ബൈ ബൈ.